എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയില്ലേ. ഇന്ന് വെറുതെ നമുക്ക് നോക്കാം. നാളത്തെ ദിവസം രാവിലെ നൈറ്റ് തോട്ട്സ് ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ മോർണിംഗ്സിൽ ഇവരുടെ ചിന്തകൾ അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ ഇവർ എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഓൾ ത്രൂ ദ മോർണിംഗ് ഇവർ എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ പകലിന്റെ ഞാൻ എടുക്കാത്തത്, ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ പകലിന്റെ റെലവെന്റ് അല്ലാതെ ആവും. അപ്പൊ നാളത്തെ പകൽ ഇവരെന്താണ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ടുകളയുക. ഷഫ്ലിങ്ങിന്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് തുടങ്ങാം. Divine, please guide me on what is going to be the morning thoughts of my viewers person about them. What is going to be tomorrow's morning thoughts about my viewers. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നാളത്തെ മോർണിംഗിൽ അവരെ കുറിച്ച് എന്താണ് അവരുടെ പേഴ്സൺ ആലോചിക്കാൻ പോകുന്നത്. നാളത്തെ ദിവസം രാവിലെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ കുറിച്ച് എന്താണ് ആലോചിക്കുന്നത്. നാളത്തെ ദിവസം രാവിലെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ കുറിച്ച് എന്താണ് ആലോചിക്കാൻ പോകുന്നത്. പ്ലീസ് ഗൈഡ്. കിങ് ഓഫ് സ്വാർഡ്സ് തനിയെ വീണു കേട്ടോ. Five of Pentacles, the Magician, Death, Knight of Swords, Ace of Wands, Six of Swords, Page of Cups, bottom of the deck, Wheel of Fortune. ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സിൽ പ്രഥമ ദൃഷ്ടി എന്താണ് കാണുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം ഓരോ കാർഡ് പറയുന്നതാണ് കേട്ടോ. സ്പോർട്സിൽ എനർജി വെച്ചിട്ട് ഇവരുടെ സോഡിയക്ക് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. പെന്റിക്കൽസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. പിന്നെ സ്പോർട്സ് പറഞ്ഞു. ആക്ച്വലി വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ സോഡിയാക്സും തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ കാണുന്നുണ്ട്. മജീഷ്യൻ വെച്ചിട്ട് ടോറസ് പറയുമ്പോൾ ഋഷഭ രാശി. ഓക്കെ, അതേപോലെ ഡെത്ത് വെച്ചിട്ട് സ്കോർപിയോ, വൃശ്ചിക രാശി. വേറെന്താ ഉള്ളത്? വോൺസ് ഉണ്ട് അല്ലെ. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. കപ്സ് ഉണ്ട്, വളരെ കുറവാണെന്ന് മാത്രം. കപ്സ് ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ചുരുക്കി പറഞ്ഞ എല്ലാ രാശിയും തന്നെ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ വൃശ്ചിക രാശിയും ഋഷഭ രാശിയും കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഈഗോ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് എന്തോ ദേഷ്യമാണ് മനസ്സിൽ. ആദ്യം രാവിലെ എണീറ്റപ്പോൾ തന്നെ ദേഷ്യത്തോടെയാണ് നിങ്ങളെ ഓർക്കുന്നത്. അത് ദേഷ്യമാണോ, കുറച്ച് ക്ഷമിച്ച് പോകാം എന്ന് ചിന്തിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് മനസ്സിലാക്കാം. പ്രഥമ ദൃഷ്ട്യ എനിക്ക് തോന്നുന്നു അവർ കുറച്ച് ദേഷ്യത്തിലാണ്. ഫൈവ് ഓഫ് പെന്റിക്കിൾസ് വെച്ചിട്ട് അവര് നിങ്ങളെ കുറിച്ചല്ല, അവരുടെ ഫൈനാൻസസിനെ കുറിച്ച്, അവരുടെ ഹെൽത്ത്, അവരുടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആരുടെയോ ഹെൽത്തിനെ കുറിച്ചാണ് ബോധറേഷൻ അവർക്ക് ആ നേരത്ത് ഉണ്ടാവുക. അവര് ആ സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ക്ലാരിഫൈ ചെയ്യാൻ പറയാം. മജീഷ്യൻ വെച്ചാൽ നിങ്ങളെ രാവിലെ തന്നെ നിങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവര് എണീറ്റിട്ടുണ്ടാവുക. അവര് നാളത്തെ കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ ഏത് സമയത്ത് ഇത് കാണുന്നു അപ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ആ ദിവസത്തെ രാവിലെ എന്നെടുക്കുക. നിങ്ങളെ പറ്റി മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങള് പ്രതി അട്രാക്റ്റഡ് ആണ് ഭയങ്കരമായിട്ട്. 24 മണിക്കൂറും ഇവര് നിങ്ങളെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെത്ത് വെച്ചിട്ട് അവർ വിചാരിക്കുന്നത് രാവിലെ തന്നെ അവർ തീരുമാനമായിട്ടാണ് എണീറ്റത്.
എക്സിസ്റ്റിംഗ് സിറ്റുവേഷന് ഒരു എൻഡ് കുറിച്ചിട്ട് പുതിയൊരു തുടക്കം വേണം, എന്നൊരു മാറ്റം വേണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവര് എണീക്കുന്നത്. നൈറ്റ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് രാവിലെ തന്നെ ഒരു ഹൈ പാഷനേറ്റ് എനർജിയിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ ഏസ് ഓഫ് വാൻസ് വെച്ചിട്ട് ചിന്തകളിൽ മുഴുവൻ നിങ്ങളാണ്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും അവർ എണീറ്റിട്ടുണ്ടാവുക. ചിലർക്കെങ്കിലും ഒരു യാത്രയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവരുടെ ജോലി സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒരു യാത്ര വേണമായിരിക്കും. അതിനെക്കുറിച്ചാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു പോയൊരു യാത്രയെക്കുറിച്ച് ഓർക്കുന്നതുമാവാം. അതേപോലെ പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് രാവിലെ തന്നെ ആദ്യം തന്നെ മൊബൈൽ എടുത്ത് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് ഈ സമയവും കടന്നു പോകും, ഒരു നല്ല മാറ്റം വരും എന്നുള്ള ചിന്തയും അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. എല്ലാ കാർഡ്സും ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ക്ലാരിഫൈ കിങ് ഓഫ് സ്വർഡ്സ്. പ്ലീസ് ക്ലാരിഫൈ കിങ് ഓഫ് സ്വർഡ്സ്. എന്താണ് കിങ് ഓഫ് സ്പോർട്സ് ഇവിടെ കാണിക്കുന്നത്? ഡിവൈൻ ടവർ. നിങ്ങൾ വഴക്കിട്ടത് തന്നെയാണ് കേട്ടോ. നിങ്ങളെ തുടക്കം തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ എണീറ്റ പാടെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്ത് കാണും. നിങ്ങളുടെ ഇന്ന് മെസ്സേജ് വേണ്ട, നിങ്ങളുടെ മെസ്സേജ് പോയി കാണണം. എന്തോ ദേഷ്യപ്പെട്ട് അവരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു മെസ്സേജ് കണ്ടു, നിങ്ങളെ ബ്ലോക്കാക്കി. തിരിച്ചുമാവാം, നിങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ചൊടിപ്പിക്കുന്ന എന്തോ മെസ്സേജ് കണ്ടു, നിങ്ങൾ അവരെ ബ്ലോക്കാക്കി. ഓൺലൈൻ ബ്ലോക്കിംഗ് ആണ് അവിടെ കാണുന്നത്. ടവർ മൂവ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ ദേഷ്യം തന്നെയാണ് അവിടെ കേട്ടോ. ക്ലാരിഫൈ 5 ഓഫ് പെന്റിക്കിൾസ്. ഇത് നാളത്തെ കാര്യമാണ്. വഴക്ക് ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്കാൻ കഴിയും. നേരത്തെ അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ വരുത്തിക്കോളൂ. വഴക്കിടുന്ന മെസ്സേജ് വല്ല അയക്കാൻ ഫീൽ ചെയ്യുന്നുണ്ട്, അയക്കാതിരിക്കുക. ക്ലാരിഫൈ 5 ഓഫ് പെന്റിക്കിൾസ് പ്ലീസ്. ഓക്കെ, നിങ്ങളെ നൊസ്റ്റാൾജിക് ആയിട്ട് ആലോചിക്കുന്നതാണ് തോന്നുന്നത്. സ്ലോയിങ് ഡൗൺ എനർജിയാണ്. എനിക്ക് കാർഡ്സ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദി എക്സാക്ട് ഫീലിംഗ്? വാട്ട് ആർ ദി തിങ്കിങ് അബൌട്ട് മൈ വ്യൂവേഴ്സ്? വാട്ട് ഈസ് ദി എക്സാക്ട് ഫീലിംഗ് ഹിയർ? ഇവര് പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ് ആയിരിക്കാം ഇത്. നിങ്ങൾ ഓൾറെഡി വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ ഇവരെ പ്രപ്പോസ് ചെയ്ത, അല്ലെങ്കിൽ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്താണ്, അതിലൊരു തീരുമാനം ആയിട്ടില്ല. അത് അക്സെപ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് അവിടെ തീരുമാനം ആയിട്ടില്ല. അവര് ആകെ മൊത്തം ലൈഫിൽ എക്സോസ്റ്റഡ് ആണ്. കാരണം ഫൈനാൻഷ്യൽ ബേർഡൻസ് ഇവർക്ക് ഒരുപാടുണ്ട്. ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇവര്. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇവർ സ്ലോ ഡൗൺ ആവുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നത്. ഓക്കെ, അതേസമയം നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് ഉണ്ട് താനും. കാരണം ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. നിങ്ങളുടെ പഴയ സമയം, നിങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത ടൈംസ് ഇവര് ഒരുപാട് ആലോചിക്കുന്നുണ്ട്. സ്നേഹം ഇല്ലായ്മയല്ല, അവിടെ ഫൈനാൻഷ്യൽ ബേർഡൻ ഒരു തടസ്സമാണ്. അത് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. എല്ലാ ജീവിത പ്രശ്നങ്ങളുണ്ട് അവിടെ, അതിനും ബാക്ക് ഓഫ് ദി മൈൻഡിൽ പ്രശ്നങ്ങളും കിടക്കുന്നുണ്ട്. അതേസമയം നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകള്, നമ്മൾ സാധാരണ രാത്രിയിലും ഉറക്കം ഉണർന്ന ഉടനെയൊക്കെയാണ് നമ്മൾ ആ ലേസി ആയിട്ട് കിടക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയമാണല്ലോ നമ്മൾ ഈ തോട്ട്സ് കൂടുതലും വരിക. അവര് നിങ്ങളെ പറ്റി, നിങ്ങൾ സ്പെൻഡ് ചെയ്ത ടൈംസിനെ പറ്റി ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. പക്ഷെ അവരുടെ ജീവിത സാഹചര്യം മൂലം അവർ ഇപ്പൊ സ്റ്റക്കാണ്. ക്ലാരിഫൈ ദ മെജീഷ്യൻ. ക്ലാരിഫൈ ദ മെജീഷ്യൻ പ്ലീസ്. വാട്ട് ആർ ദേ തിങ്കിങ്? ഏസ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹം. ഓക്കെ, 4 ഓഫ് കപ്സ്. ഇവരും സ്നേഹം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ നിങ്ങളോട് ഒരുപാട് സ്നേഹം മൂലം ഇവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ ഇവരെ ഒരുപാട് 24 മണിക്കൂറും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ, ഇവർ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ്. ഈവൻ ഡ്രീംസിൽ പോലും, ഇവരുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളാണ് എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്. ഒരു പക്ഷെ നിങ്ങൾ കപ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിതീവ്രമായ പ്രണയത്തിലുള്ള രണ്ടുപേര്. ഓക്കെ, വളരെ നല്ലൊരു എനർജിയാണത്.
ഏസ് ഓഫ് കപ്സിന് മേലെ സ്നേഹം കാണിക്കുന്ന വേറൊരു കാർഡില്ല. ക്ലാരിഫൈ ദ ഡെപ്ത്. നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഒരു രാവിലെ എന്നല്ല 24 മണിക്കൂറും ഇവര് നിങ്ങളെ പറ്റിയാണ് ആലോചിക്കുന്നത്. ക്ലാരിഫൈ ദ ഡെപ്ത്. ക്ലാരിഫൈ ദ ഡെപ്ത്. നേരത്തെ ഒരു റീഡിങ്ങിൽ ഞാൻ ഇതേ എനർജി വന്നിട്ടുണ്ടായിരുന്നു. 8 ഓഫ് സോർഡ്സ് വിത്ത് 9 ഓഫ് പെന്റക്കിൾസ് ഡെപ്ത്. അതായത് അവര് നിങ്ങളെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി പോയിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങളെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ അവർ എത്തിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ആ സിറ്റുവേഷനിൽ. തിരിച്ചുമാവാം, എല്ലാം വൈസ് വേഴ്സ എടുത്തോളാമേ. അപ്പോ ഇവരെ ഇപ്പൊ ചിന്തിക്കുന്നത് അവരെത്ര മാറിപ്പോയി. ഞാൻ അവർക്കൊരു വേദന കൊടുത്ത് ഞാൻ അവരെ റെസ്ട്രിക്റ്റ് ചെയ്തു, ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു, ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തില്ല. ഓക്കെ, എന്റെ പാർട്ണറെ ഞാൻ കോണ്ടാക്ട് ചെയ്തില്ല. അവര് വേദനിച്ച് നിൽക്കുമെന്ന് വിചാരിച്ചിരുന്ന അവിടെ അവരൊരു പുതിയ തുടക്കവുമായിട്ട് ഒരു സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, അവര് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. അവർക്ക് സ്വയം ഒരു സമ്പാദ്യം ഉണ്ടായി, അവര് നന്നായി സ്വയം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുമെന്ന് അവര് പ്രൂവ് ചെയ്തു. അത് കണ്ട് ഇവര് അത്ഭുതപ്പെട്ട് അവിടെ നിങ്ങളുടെ അടുത്ത് ഒരു അപ്പോളജി ആയിട്ട് വരണം, ഒരു പുതിയ തുടക്കം ചെയ്യണം. എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള ചിന്തയാണ് രാവിലെ. നിങ്ങളെ വിളിക്കണമെന്നുണ്ട്, എങ്ങനെ വിളിക്കും, വിളിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്നാണ് ഇവര് ചിന്തിക്കാൻ പോകുന്നത്. ക്ലാരിഫൈ. നൈറ്റ് ഓഫ് സോർഡ്സ്. വൈ ഈസ് നൈറ്റ് ഓഫ് സോർഡ്സ് ഹിയർ? What are my viewers person going to think about in the morning? The world കാർഡും 2 ഓഫ് സോർഡ്സും ആണ് വന്നത്. നിങ്ങളിപ്പോ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഹൈലി പാഷനേറ്റ് ആണ് നിങ്ങളെ പ്രതി. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പക്ഷെ അവിടെ ഒരു ഇതുണ്ട്. എന്താണ്? ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ തമ്മിൽ. ക്രോസ് റോഡ് സിറ്റുവേഷൻ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ പറയും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഇമോഷണൽ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്കത് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവർ അതിനെ പറ്റിയിട്ട് തന്നെയാണ് രാവിലെ തന്നെ ആലോചിക്കുന്നത്. നിങ്ങളെ പ്രതി അട്രാക്റ്റഡും ആണ്, പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരാനും സാധിക്കുന്നില്ല. ഇതെന്തൊരു കഷ്ടമാണ് എന്നാണ് ഇവര് ആലോചിക്കുന്നത്. പക്ഷെ ഇതിന് ആയിട്ട് ആക്ഷൻ ഒന്നും എടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. Will they take any action regarding this? Will the person take any action regarding this? Knight of Cups. ആക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇവർ തെറ്റ് റിയലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു അപ്പോളജിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. അതിനെക്കുറിച്ചുമൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഡിസിഷൻ എടുത്തിട്ടില്ല. ക്ലാരിഫൈ. Ace of Wands. Clarify. Ace of Wands. Ace of Wands. എന്തിന്റെ പുതിയ തുടക്കമാണ് അവർ ആലോചിക്കുന്നത്? Sun card with six of Wands. വിക്ടറി കാർഡാണ്. പോസിറ്റിവിറ്റി ആണ്. നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഒക്കെ ആയിട്ട് വരുന്ന കാര്യമാണ്. ഒരു പക്ഷേ അവര് നാളത്തെ ദിവസമാണ് നമ്മളിത് രാവിലത്തെ ഇത് ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നു, അതായത് മൺഡേ റെക്കോർഡ് ചെയ്യുന്നു. ട്യൂസ്ഡേ മോർണിംഗ് ആയിരിക്കും നിങ്ങൾ ഇത് കാണുന്നത്. അപ്പോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടായിരിക്കും, മൺഡേ വൈകിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ട്യൂസ്ഡേ മോർണിംഗിലത്തെ റീഡിംഗ് ആയിട്ട് ഇത് എടുത്തോളണം. ഓക്കെ, ട്യൂസ്ഡേ അവര് മിക്കവാറും അവരുടെ വീട്ടിൽ നിങ്ങളുടെ കാര്യം പറയും. അതൊരു പോസിറ്റീവ് ഔട്ട്കമ്മിൽ വരും. നിങ്ങൾക്കൊരു പ്രപ്പോസൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യവുമായിട്ട് ഒരു ന്യൂസ് നിങ്ങൾക്ക് വരും. അറ്റ്ലീസ്റ്റ് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കം അവര് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത് അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു വിക്ടറിയിൽ കലാശിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ക്ലാരിഫൈ. 6 of Swords. ക്ലാരിഫൈ. 6 of Swords. ഒരു പ്രപ്പോസൽ ഒക്കെ ഫൈനലൈസ് ആവുന്ന ഒരു കമന്റിൽ ഇടുക കേട്ടോ. ക്ലാരിഫൈ. 6 of Swords. The Emperor and Queen of Cups.
ഓക്കെ, ഇവർക്ക് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്ര ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഹൈലി ഇമോഷണൽ ആണ്. നിങ്ങളും അവരും ആയിരിക്കാം, രണ്ടുപേരും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഇതിനെക്കുറിച്ച് ഹൈലി ഇമോഷണൽ ആണ്. അവർക്ക് റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ. അവര് അതിന്റെ ചുമതല ഉള്ള, ആ യാത്രയുടെ ചുമതല ഉള്ള ഒരാളായിരിക്കണം. സംതിങ് റിലേറ്റഡ് ടു ദർ വർക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു യാത്ര അവർക്ക് പോയേ തീരൂ. നിങ്ങളെ ഇമോഷണലി നിങ്ങളെ വീക്ക് ആക്കിയിട്ടുണ്ട്. അവര് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇമോഷൻസ് ആണ് ക്വീൻ ഓഫ് കപ്സിന്റെ ഹൈലി ഇമോഷണൽ പേഴ്സൺ എന്നാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ എംപറർ വന്നിട്ട് അവർക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല. ഉള്ളിൽ അടക്കി പിടിച്ച് അവര് യാത്ര ചെയ്തേ പറ്റൂ. അപ്പോൾ അവരെ ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. അവര് നിങ്ങളെ മിസ് ചെയ്യാൻ പോകുന്നുണ്ട് ആ ഒരു ടൈം ഫ്രെയിമിലേക്ക്. പക്ഷെ അവർക്ക് ആ യാത്ര പോയേ തീരുള്ളൂ. അതുകൊണ്ട് അവർ ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് അവർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിന്റെ പ്രിപ്പറേഷൻസിലായിരിക്കും അവര്. ക്ലാരിഫൈ Page of Cups. Clarify Page of Cups, please. Queen of Wands, Knight of Wands. Very good. Page of Cups, communication. Queen of Wands നിങ്ങളായിട്ട് highly attracted ആണ്. Knight of Wands highly passionate ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആണ് രാവിലെ ആലോചിച്ച് എണീറ്റത്. 8 of Wands ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇപ്പോ. അപ്പോ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. അതേസമയം നിങ്ങളെ റെസ്പെക്റ്റും ഉണ്ട്. നിങ്ങളെ പ്രതി എന്താ പറയാ, നിങ്ങളുടെ സൗന്ദര്യം ആയാലും നിങ്ങളുടെ കഴിവായാലും എല്ലാത്തിനെയും പറ്റിയിട്ട് ഇവര് ഹൈലി അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് കിട്ടണം എന്നെല്ലാം ആലോചിക്കേണ്ട. എന്തെങ്കിലും കാര്യം നിങ്ങളെ അറിയിക്കാൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലവിങ് മെസ്സേജ് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ ഇന്ന് മെസ്സേജ് വല്ലതും ഉണ്ടോ എന്ന് രാവിലെ നോക്കിയിട്ടാണ് ഇവരെ എണീറ്റ ഉടനെ നിങ്ങളെ തന്നെയാണ് ഓർക്കുന്നത്. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. Why is Wheel of Fortune here? What change is going to happen here? Clarify Wheel of Fortune, please. Okay. Knight of Wandsഉം 5 of Wandsഉം ആണ്. അതായത് ഇവര് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അട്രാക്ഷൻ ഉണ്ട്, സ്നേഹമുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങളുമായിട്ട് ഫിസിക്കലി അട്രാക്റ്റഡ് ആണ്, എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, കൺഫ്യൂഷൻ വന്നത് മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എന്തോ ഒരു സിറ്റുവേഷനിൽ ദേ കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടയോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലായിരുന്നെങ്കിൽ ആ കൺഫ്യൂഷന് ഒരു പോസിറ്റീവ് ടേൺ എടുത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനെ പറ്റിയിട്ട് തന്നെയാണ് അവർ ആലോചിക്കുന്നത്. ഈ കൺഫ്യൂഷൻ ഇനി വേണ്ട, ഇതിനൊരു കൺക്ലൂഷൻ കൊടുക്കാം എന്ന് ആലോചിക്കുന്നുണ്ട്. പോസിറ്റീവ് ടേൺ ഓഫ് ഇവന്റ്സ് ആണ് വീൽ ഓഫ് ഫോർച്യൂൺ. ഒന്നുകൂടെ അത് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. വാട്ട് വിൽ ബി ദ ഔട്ട്കം? ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ നിങ്ങളുമായിട്ട് എത്തണം എന്നാണ് ഇവർ ആലോചിക്കുന്നത്. അതായത് ഇതിന്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് സ്റ്റാർ കാർഡാണ് കേട്ടോ. പോസിറ്റിവിറ്റി ആണ്, വിഷ് ഫുൾഫിൽമെന്റ് ആണ്. അപ്പോ ഇവര് ആലോചിക്കുന്നത്, ഇവര് അട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ആ കൺഫ്യൂഷൻ ഒക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇവര് രാവിലെ എണീക്കുന്നത്. ഓക്കെ, അതായിരുന്നു. ഇപ്പൊ ഇനി ഗൈഡൻസ് വേണോ? നോക്കിയേക്കാം, എന്ന് നോക്കുന്നതല്ലേ അല്ലെ. Please give guidance, divine. Please give guidance regarding this reading. Please give us guidance. Deception. Someone is wearing a false self mask in this relationship. ആരോ ഒരു false mask ഇട്ടിട്ടാണ് യഥാർത്ഥ ഫീലിങ്സ് അല്ല അവര് വെളിപ്പെടുത്തുന്നത്. അത് ഈ ടവർ കാർഡിന്റെ അതായിരിക്കണം കേട്ടോ. Let go of control issues. Allow this situation to unfold naturally. വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക. അത് തനിയെ തന്നെ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആയി വരും എന്നാണ് പറയുന്നത്. അത് ഈ 2 of Swordsന്റെ എനർജി പറഞ്ഞിരുന്നില്ലേ, അവിടത്തെയാണ്. ഹാർട്ട് ടു ഹാർട്ട് കൺവേഴ്സേഷൻസ്. ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്.
അട്രാക്ഷൻ, യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൂമെന്റ് ഫുള്ളി. ആർക്കൊക്കെയോ ഒരു പ്രപ്പോസൽ, ഒരു ന്യൂ ലവിന്റെ പ്രപ്പോസൽ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. റൊമാൻറ്റിക് ഫീലിംഗ്സ്, യുവർ ഫീലിംഗ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. അത് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് ഉണ്ടായിരുന്നല്ലോ, അവർക്കുള്ളതാണിത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങൾ ഈ ജന്മത്തിലല്ല, പല ജന്മങ്ങളുമായിട്ട് നിങ്ങൾ തന്നെയാണ് പാർട്ട്നേഴ്സ് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഫൈനാൻസസ് ആൻഡ് കരിയർ, ഫൈനാൻസസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ ഏതൊരു കാർഡിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഫൈനാൻസസിനെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത് എന്നുള്ളത്. Forgiving and learning, as you release and heal the past, you experience more love in your present moments. പഴയ കാര്യങ്ങൾ മറന്നേക്കുക, ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ഷമിക്കുക, മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ലാസ്റ്റ്, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗദർ. ഇത് കപ്പിൾസിനുള്ളതാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക, ഒന്നിച്ചൊരു വെക്കേഷന് പോകണമെങ്കിൽ പോവുക എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് നോക്കിയതിൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം, എനിക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. എനർജി കണക്ഷൻ ഒരു ലിങ്ക് വേണ്ടേ? ഞാനും നിങ്ങളുമായിട്ടുള്ള ലിങ്ക് സബ്സ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്താലേ എനിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്തേക്കുക. വേറെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ, പർട്ടിക്കുലർലി ഏതെങ്കിലും റീഡിങ് വേണം, അല്ല പേഴ്സണൽ റീഡിങ് അല്ലാതെ ജനറൽ റീഡിങ് ആയിട്ട് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ഇട്ടോളൂ. ഞാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ വേറെ റീഡിങ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ദൈവം രക്ഷിക്കട്ടെ.